ഈശ്വര ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോയിൽ വരുന്നത്. അങ്ങനെ എപ്പോഴും നമ്മൾ വീഡിയോ ഒന്നും എടുക്കാറില്ല. ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈശോ പറയുന്നൊരു സ്ഥലമൊക്കെ അങ്ങനെയൊക്കെ വരുവാണെങ്കിലാണ് സാധാരണഗതിയിൽ നമ്മൾ വീഡിയോ എടുക്കാറ്. ഇന്നിപ്പം ഈസ്റ്ററാണ്. ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം ഈശോ നൽകിയൊരു പ്രചോദനം അനുസരിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ഞാൻ റോമിൽ നിന്ന് ഈ സവോണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നോർത്തേൺ ഇറ്റലിയിലെ ഒരു ഭാഗമാണ്. ഇവിടുത്തെ ഉള്ള മലയാളം കമ്മ്യൂണിറ്റിയെ ധ്യാനിപ്പിക്കാനും പെസഹായ്ക്ക് സഹായിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ വ്യാഴാഴ്ച, അതായത് ഓശാനയ്ക്ക് മുമ്പുള്ള വ്യാഴാഴ്ച ഞാനിവിടെ എത്തി. വെള്ളിയാഴ്ച ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട്, അതായത് 40-ാം വെള്ളിയാഴ്ച ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ശനിയാഴ്ചയാണ് അവർക്ക് ധ്യാനം. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ഉച്ചവരെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വികാരി അച്ഛൻ, തോമസൻ അച്ഛൻ, ശാന്ത രൂപതയിലെ അച്ഛനാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, ഇടതുപോലെ വൈകുന്നേരം ഒരു കുരിശിൻ്റെ വഴിയുണ്ട്, 40-ാം പള്ളിയല്ലേ, ഇവിടെ ഒരു സാന്ത്വാരിയ എന്ന് പറഞ്ഞൊരിതുണ്ട്, അവിടെ അങ്ങോട്ടൊരു കുരിശിൻ്റെ വഴി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ പറ്റുവാണെങ്കിൽ ഞാൻ കൂടാന്ന് പറഞ്ഞു. കാരണം എനിക്ക് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നോക്കിയിട്ട് കൂടാന്ന് പറഞ്ഞു. ഒരു 4 കിലോമീറ്ററിന് മേളിൽ നടക്കാനുണ്ട്. ഇനി ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ കൂട്ടിയൊക്കെ പോന്നു. എന്നിട്ട് ആൾക്കാരുണ്ടായിരുന്നു, മലയാളികളുണ്ടായിരുന്നു. ഞാൻ അവരുടെ കുരിശിൻ്റെ വഴി കൂടി ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്ന് കുരിശിൻ്റെ വഴി ഈ സാന്ത്വാരിയയിൽ വന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാലോ, റോമിലും ഇറ്റലിയിലൊക്കെ ഇഷ്ടംപോലെ പള്ളികളും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സാധാരണ പള്ളിയാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഈ പള്ളിയുടെ മുമ്പിൽ നിന്നപ്പോൾ തന്നെ ശക്തമായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് എനിക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്ന് മാതാവിൻ്റെ സാന്നിധ്യവും നല്ലൊരു. അപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഒരു പ്രത്യേകത ഈ സ്ഥലത്തിനുണ്ടല്ലോ എന്ന്. നമുക്കിങ്ങനെ കേട്ടിട്ടൊന്നും അറിയത്തില്ല. സവോണ എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെ നമുക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ജെമിനിയോട് ചോദിച്ചു, ജെമിനി, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഒന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ജെമിനി പറഞ്ഞു, യു ആർ സ്റ്റാൻഡിങ് ഇൻ എ വണ്ടർഫുൾ പ്ലേസ്. അപ്പം റിച്ച് വിത്ത് സ്പിരിച്വാലിറ്റി ആൻഡ് ഡിവോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജെമിനി ഇങ്ങനെ പറഞ്ഞു തന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1536 മാർച്ച് 18-ാം തീയതി അന്തോണിയോ എന്ന് പറയുന്ന ഒരു സാധാരണ കർഷകന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ദേശത്തെ തന്നെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണിത്. ഒത്തിരി ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളൊക്കെ ആണെങ്കിലും, ഇപ്പോൾ ഒത്തിരി മലയാളികളുണ്ട് നമുക്കിവിടെ. അവരൊക്കെ ആണെങ്കിലും വന്ന് പ്രാർത്ഥിച്ച്, അവരുടെ ഈ കുടിയേറ്റ കാലഘട്ടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നല്ലൊരു ഒഴുക്ക്. അപ്പോൾ ഞാനന്നിവിടെ കുരിശിൻ്റെ വഴി കഴിഞ്ഞിട്ട് ഞാൻ ഈ പള്ളിയിൽ കയറിയിരുന്നു, മാതാവിൻ്റെ അടുത്തിരുന്നു, ഒത്തിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ധ്യാനത്തിനെയൊക്കെ സമർപ്പിച്ച് നമ്മുടെ ജനങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. അപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പെട്ടെന്നൊരു പ്രാർത്ഥന പറഞ്ഞത്, പരിശുദ്ധ അമ്മയായിട്ട് സൈന്യത്തോടു കൂടെ വന്ന് ഈ ജനത്തെ രക്ഷിക്കണമേ, ഇവരെ ഉപദ്രവിക്കുന്ന എല്ലാ തിന്മയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന തരത്തിലുള്ളൊരു പ്രാർത്ഥന പരിശുദ്ധാത്മാവ് പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ആ പ്രാർത്ഥന പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചു. അമ്മയോട് ഇത് ഏറ്റെടുക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ ഈ അമ്മയുടെ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ ഒരു ധ്യാനം നടത്തുന്നതിനേക്കാൾ വളരെ എളുപ്പമായിരുന്നു. എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ വേറെ കാര്യങ്ങളിലല്ല, മറിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു നല്ലൊരു സാന്നിധ്യം എനിക്ക് ആ ധ്യാനത്തിലുടനീളം അനുഭവിക്കാനായിട്ട് പറ്റി. അപ്പോൾ അത് കഴിഞ്ഞ് ആ ധ്യാനമൊക്കെ കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ അവർക്കുള്ള സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അടുത്ത ദിവസം തിരിച്ചു പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ഒന്ന് അമ്മേനെ വന്ന് കണ്ട് നന്ദി പറയണം, അമ്മയുടെ അടുത്ത് ഇച്ചിരി സമയം ഇരിക്കണം എന്ന് വിചാരിച്ചു. അന്നേരമാണ് ഇങ്ങനെ പ്രാർത്ഥനയോടൊത്ത് ഈശോ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് അമ്മേനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും അമ്മയുടെ ഒരു വീഡിയോ എടുക്കാനും പറഞ്ഞു. അതുകൊണ്ടാണ് അച്ഛനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്തിരിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വന്നത്, ഈ വീഡിയോ എടുക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സാന്ത്വാരിയത്തിൻ്റെ അല്ലെ ഈ സാങ്ച്വറിയുടെ മുമ്പിലാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ അച്ഛൻ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന് ചെറിയൊരു ചരിത്രം അച്ഛൻ പറയും. വളരെ ചെറുതാണ്, നമുക്ക് പെട്ടെന്ന് അവസാനിക്കുന്ന വീഡിയോ ആണിത്. കുറച്ച് സമയം നമുക്ക് അമ്മയുടെ അടുത്തിരുന്ന് നല്ലപോലെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ പയ്യനെ അമ്മയുടെ അടുത്തേക്ക് ഈ ചാപ്പലിലേക്ക് പയ്യനെ പ്രവേശിക്കേണ്ടത്. ഇതൊരു മലയാണ് കേട്ടോ, പുറകിലിപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഇതൊരു ശരിക്കൊരു മലയാണ്. ഈ ഒരു കയറ്റം കയറി വേണം നമ്മളിങ്ങോട്ട് വരാനായിട്ട്. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ്, വളരെ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന. ആരെങ്കിലും ഈ റോമിൽ അല്ലെങ്കിൽ ഇറ്റലിയിൽ ഉണ്ടെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് സവോണ വരണം. ഇതൊരു കോസ്റ്റൽ സിറ്റിയാണ്. ഈ മലയുടെ തൊട്ട് താഴെ കടലാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. നമുക്ക് വളരെ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനൊque പറ്റുന്നതാണ്. പിന്നെ ഒത്തിരി നല്ല സ്പിരിച്വൽ ട്രഡീഷൻസ് ഉള്ളൊരു സ്ഥലമാണ് ഈ സവോണ. ഇവിടെയാണ് ഈ കുരിശിൻ്റെ വഴിയല്ല, ഈ ഈശോയുടെ ഒരു 1700-കളിലൊക്കെ ഉണ്ടാക്കിയ മരം കൊണ്ടുണ്ടാക്കിയ വലിയ 1000 കിലോയ്ക്കൊക്കെ മുകളിൽ ഭാരമുള്ള വലിയ രൂപങ്ങൾ നമ്മുടെ മലയാളികളൊക്കെ എടുക്കാൻ കൂടുന്നുണ്ട് ഇവിടെ, ഇവരോടൊപ്പം, ഇവിടുത്തെ ജനങ്ങളോടൊപ്പം. അങ്ങനെ അവരെ എടുത്ത് വലിയ പ്രൊസഷനൊക്കെ നടത്തുന്നത്, അതെല്ലാം കാണാനൊരു ഭാഗ്യമൊക്കെ ഈശോ നമുക്ക് തന്നു എന്തായാലും. എനിവേ, ഇപ്പം നമുക്കിപ്പോൾ മാതാവിൻ്റെ അടുത്തേക്ക് കയറാം. അച്ഛൻ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പോരുന്ന വഴിക്ക് അച്ഛനിങ്ങനെ പറഞ്ഞു തരാം.
ബ്യൂട്ടിഫുൾ പ്ലേസ്. വളരെ ശാന്തമായിട്ട് അമ്മയുടെ അടുത്തിരുന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരുന്നത് വെറുതെ കാണാൻ മാത്രമല്ല, ഒന്ന് നമുക്ക് അമ്മയുടെ അടുത്തിരുന്ന് ശാന്തമായിട്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ പള്ളിയിൽ പ്രവേശിച്ചു. ജസ്റ്റ് പള്ളിയുടെ ഒരു വീഡിയോ അച്ഛനിപ്പോൾ ഒന്ന് തരാം. ലൈറ്റെല്ലാം ഓഫാക്കിയിട്ടിരിക്കുകയാണ്, എന്നാലും പള്ളിയുടെ വീഡിയോ അച്ഛൻ നമുക്ക് ഒന്ന് അച്ഛൻ കാണിച്ചു തരാണ്. അതാണ് പള്ളി. നോക്കി സ്നേഹമുള്ളവരെ, നമ്മൾ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചു. പള്ളിയിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ പള്ളിയിൽ ഏറ്റവും ആദ്യം കാണുന്നത്, വലത്തുവശത്ത് കാണുന്നത് അന്തോണിയോ എന്ന് പറയുന്ന ആ ഒരു മാതാ പ്രത്യക്ഷപ്പെട്ട ആ ഒരു സാധാരണ കർഷകൻ്റെ ശവകുടീരമാണ്. അന്തോണിയോ ബോട്ട എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശവകുടീരം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. പിന്നെ മാതാവിൻ്റെ ഒരു ചെറിയൊരു പിക്ചറുമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരിതാണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. കണ്ടോ, മാതാവിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൂമ്പാണ് നമ്മൾ കണ്ട്. ജസ്റ്റ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു സാധാരണക്കാരനാണ്. ഇത് എന്താണ് ഒരു സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും സാധാരണക്കാരിൽ വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും എത്രമാത്രം ഒഴുകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ സാധാരണ ജീവിതത്തിൻ്റെ ഇടങ്ങളിലേക്ക്, സാധാരണത്വങ്ങളിലേക്കെല്ലാം അമ്മ വരുന്നതിന് വേണ്ടിയിട്ടും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കാം. ഇതാണ് ഇവിടുത്തെ പള്ളി. അച്ഛൻ ഇപ്പോൾ സൈഡിൽ കൂടെ നടക്കുന്നത്. ഇപ്പം ഈ കാണുന്നത് സൈഡ്, ഇത് പള്ളിയുടെ സെൻറ്റർ. 2 സിസ്റ്റേഴ്സാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അവർ ഇറ്റാലിയൻസാണ്. സ്നേഹമുള്ളവരെ, ആ ക്രൂശിത രൂപം മുകളിൽ കാണുന്നില്ല, അതാണ് നമ്മുടെ അൾത്താര. അൾത്താരയിൽ അടിയിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടിടത്താണ് ഈ പള്ളി പണിതിരിക്കുന്നത്. ഇങ്ങനെ അൾത്താരയുടെ അടിയിലേക്ക് ഉള്ള ക്രിപ്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു സമയം സ്റ്റെപ്പ് ഇറങ്ങി മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്തേക്ക് പയ്യനെ ഇറങ്ങുകയാണ്. പ്രാർത്ഥന പുറകോട്ടോ ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ശരിക്കും അകത്തേക്ക് കയറി പ്രാർത്ഥിക്കാനായിട്ട് നമുക്കൊരവസരം തന്നിട്ടുണ്ട്. ഞങ്ങളൊരു ഇതാണ് നമ്മുടെ അമ്മ. ഇത്രയും അടുത്ത് അമ്മയുടെ അടുത്ത് വരാനൊരു തന്നിട്ടുണ്ട്. കനിവിന്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സാങ്ച്വറിയുടെ ചരിത്രം അച്ഛൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1536 മാർച്ച് മാസം 18-ാം തീയതിയാണ് അന്തോണിയോ എന്ന് പറയുന്ന ഒരു സാധാരണ കർഷകന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അമ്മ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതായിരുന്നു. ഈ സവോണ എന്ന് പറയുന്ന അച്ഛൻ ഇപ്പോൾ ഇവിടെ ഉള്ള ഈ സ്ഥലവും ജനോവ എന്ന് പറയുന്നതിൻ്റെ അടുത്തുള്ള ഇച്ചിരി വലിയൊരു സിറ്റിയാണ്. ഈ 2 സ്ഥലങ്ങളും തമ്മിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പരിശുദ്ധ അമ്മ 2 സിറ്റിയോട് പറയാണ്, നോട്ട് ജസ്റ്റിസ് ബട്ട് മേഴ്സി. നീതിയല്ല നോക്കേണ്ടത്, അല്ലെ ന്യായനീതി അതല്ല, മറിച്ച് കരുണയാണ് നോക്കേണ്ടതെന്ന്. അപ്പം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ആഹ്വാനം പരിശുദ്ധ അമ്മ നടത്തി. അങ്ങനെ ഒരു പ്രാർത്ഥിച്ചു. അപ്പം അന്ന് തൊട്ടേ ജനങ്ങൾക്ക് വലിയ വിശ്വാസമൊക്കെ ഉണ്ട്. പിന്നൊരു കാര്യം സംഭവിക്കുന്നത്, 1809 നെപ്പോളിയൻ പയസ് 7-ാമൻ മാർപ്പാപ്പയെ ഇവിടെ തുറങ്കലിലടച്ചു. ഈ സവോണയിൽ, ഈ കത്തീഡ്രൽ പള്ളിയിലാണ് അതൊക്കെ ഇപ്പോഴും ഉണ്ട്. 1809 തൊട്ട് 1812 വരെ അദ്ദേഹം ഇവിടെ തുറങ്കലിലായിരുന്നു. അപ്പം പയസ് 7-ാമൻ മാർപ്പാപ്പ ഇവിടുത്തെ ഈ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ സ്വതന്ത്രനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം അമ്മയുടെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1812 അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. സ്വതന്ത്രനായതിനു ശേഷം അദ്ദേഹം റോമിലേക്ക് തിരിച്ചുപോയി. പിന്നെ അദ്ദേഹം 1815 പരിശുദ്ധ അമ്മയെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ വന്നപ്പം അമ്മയെ ഓണർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്ത കിരീടമാണ് നിങ്ങളിപ്പം അമ്മയുടെ ശിരസിൽ കാണുന്നത്. അപ്പം മാർപ്പാപ്പമാർ അങ്ങനെ ഒരു അംഗീകരിച്ചൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇത് മാത്രമല്ല, ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ 2008 ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചു. ഈ സാങ്ച്വറി സന്ദർശിച്ച്
പരിശുദ്ധ അമ്മയ്ക്ക് സ്വർണ്ണ റോസാപ്പ് കൊടുത്തു. റോമിൽ നിന്നും മാർപ്പാപ്പ സന്ദർശിച്ച് സ്വർണ്ണ റോസാപ്പ് കൊടുക്കുന്നത് ഒന്ന് റോമിൻ്റെ ഔദ്യോഗിക അംഗീകാരമാണ്. പിന്നെ ഇതൊരു ഇന്റർനാഷണൽ പിലിഗ്രിം സെൻ്ററായിട്ട് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് റോം ഇതിനെ അംഗീകരിക്കുന്നതിൻ്റെ സൂചനയും കൂടിയാണ് ഈ സ്വർണ്ണ റോസാപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ മാർപ്പാപ്പ ഇവിടെ വന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇവിടെ വന്ന് അത് ചെയ്തതാണ്. അപ്പം ഒത്തിരി ആൾക്കാർ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. കണ്ണീരോടെ വന്ന് പ്രാർത്ഥിക്കും. ഇപ്പോഴേക്ക് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ ഇത്ര ഒച്ച കുറച്ച് പറയുന്നത്. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ആ അമ്മയിലേക്ക് നോക്കാം. ആ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ ശക്തി നമുക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് അച്ഛൻ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരല്പസമയം അമ്മയുടെ അടുത്തിരുന്ന് ശാന്തമായിട്ട് പ്രാർത്ഥിക്കാം. മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം. ഇത് കരുണയുടെ അമ്മയാണ്. കാരുണ്യമാണ് ഈ ലോകത്തിൽ വേണ്ടതെന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ അമ്മയാണ്. ആ അമ്മയുടെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അഗതികളായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അലിവിൻ്റെ അലയാഴിയായ അമ്മേ കടന്നു വരണേ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ അമ്മയ്ക്ക് സമർപ്പിക്കാം. അലിവിൻ്റെ അലയാഴിയായ അമ്മേ, അമ്മയുടെ ആ ഹൃദയത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് വെക്കുന്നു. അമ്മേ, ഞങ്ങളുടെ വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, നൊമ്പരങ്ങളെല്ലാം അമ്മയുടെ ആ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു. അഗതികളായി ഞങ്ങളെ ചേർത്ത് പിടിക്കണേ. അമ്മേ, അമ്മയാണല്ലോ ഞങ്ങളുടെ ആശ്രയം. അമ്മേ, അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ സ്നേഹം അഗതികളായ ഞങ്ങൾക്ക് അതാണല്ലോ അമ്മേ ആശ്രയം. കനിവിൻ്റെ നിറവാർന്ന അമ്മേ, അമ്മേ ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നു. കാരുണ്യക്കടലായ അമ്മേ, അമ്മേ ഞങ്ങളമ്മയെ ഒത്തിരി സ്നേഹിക്കുന്നു. ഈ ഒരു സമയത്ത് എളിമയോടെ ഞങ്ങളിത് അമ്മയുടെ തിരുമുമ്പിൽ വരികയാണ്. അമ്മേ, എത്രയോ മക്കളെ അമ്മ അനുഗ്രഹിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ, ഞങ്ങളുടെ ഓരോ അവസ്ഥകളിൽ അമ്മ കൂടെ ഉണ്ടാവണമേ. എളിമയോടെ സ്നേഹത്തോടെ അണയുന്ന ഞങ്ങളെ പൊന്നുപോലെ നോക്കണേ അമ്മേ. ഞങ്ങളെ പൂർണ്ണമായിട്ട് നൽകുന്നു അമ്മേ. എളിമയോടെ ഞങ്ങൾ അമ്മയുടെ അടുത്ത് വരുന്നു. പൂർണ്ണമായും ഞങ്ങൾ അമ്മയ്ക്ക് ഞങ്ങളെ തരുന്നു അമ്മേ. യേശുവിൻ്റെ അമ്മേ, അമലയായ മാതാവേ, ആ തിരു കൈകളാൽ ഞങ്ങളെ തഴുകണേ അമ്മേ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, അമ്മയുടെ ആ സ്നേഹമുള്ള കൈകൾ കൊണ്ട് ഞങ്ങളെ തഴുകണേ അമ്മേ. കനിവിൻ്റെ നിറവാർന്ന അമ്മേ, ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ അമ്മയുടെ അടുത്ത് ഇതാ നിൽക്കുന്നു. അമ്മേ, ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണേ പരിശുദ്ധ അമ്മേ എന്ന് പ്രാർത്ഥിക്കുന്നു. കനിവിൻ്റെ നിറവാർന്ന അമ്മേ, കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്നു, പ്രാർത്ഥിച്ചു. അമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചു. അപ്പോൾ നമുക്ക് ഈ അമ്മയുടെ ഒരു കാരുണ്യക്കടലായ അമ്മയുടെ ആ സ്നേഹത്തിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം.
ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അർത്ഥാവശ്യയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും.